നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷമെത്തുമ്പോൾ ബേവിഞ്ചക്കും ചെർക്കളക്കുമിടയിൽ വീണ്ടും കുന്നിടിച്ചിൽ ഭീഷണി. ആവശ്യത്തിന് ചെരിവിടാതെ കുന്നിടിച്ചതാണ് അപകട സാധ്യത കൂട്ടിയത്. ഏറ്റെടുത്ത സ്ഥലത്തിന് ആനുപാതികമായി ഇവിടെ മണ്ണ് നീക്കിയപ്പോൾ ചെരിവ് കൂടുതലായി. കുന്നിൻ മുകളിൽ വീടുകളും പ്രാദേശിക റോഡുകളും ഉള്ളതിനാൽ സുരക്ഷിതമായ 30 ഡിഗ്രി ചെരിവ് ഈ മേഖലയിൽ നടപ്പാക്കാനായില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. ആധുനിക രീതിയിൽ മണ്ണിടിച്ചിൽ പ്രതിരോധം തീർത്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ലെന്നാണ് കഴിഞ്ഞ മഴക്കാലം തെളിയിച്ചത്. പ്രദേശത്തെ മണ്ണെടുപ്പ് അശാസ്ത്രീയമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ജിയോളജിസ്റ്റുമാരുടെ സംഘം വിലയിരുത്തിയിരുന്നു. അതേസമയം ഈ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. മഴക്കാലത്ത് നീരുറവ് പ്രത്യക്ഷപ്പെടുന്നവയാണ് ഇവിടുത്തെ കുന്നിൻ ചെരുവുകൾ. കുന്നിന് മുകളിൽ നിന്നും ഇറങ്ങുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ വഴികളില്ലാത്തത് മണ്ണിടിച്ചിൽ സാധ്യത കൂട്ടുന്നു. പരിഹാരം നിർദ്ദേശങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ചങ്കിടി പേറുന്നത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കുമാണ്. തെക്കിൽ പാലം മുതൽ ചട്ടഞ്ചാലിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ വരെയാണ് ബേവിഞ്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുന്നിടിച്ചിൽ ഭീഷണി നിലനിന്നിരുന്നത്. ഇവിടെ നിന്ന് കൂടുതൽ മണ്ണെടുത്ത് കുന്നിന്റെ കുത്തനെയുള്ള ചെരിവ് പരമാവധി നീക്കിയതോടെ അപകട ഭീഷണി ഒഴിവായി. ഇതോടൊപ്പം കാനത്തുംകുണ്ടിൽ നിർമ്മിക്കുന്ന വയഡക്റ്റിന്റെ പൂർത്തിയായ ഒരു ഭാഗം ഗതാഗതത്തിന് തുറന്നു. തെക്കിലെ കോവിഡ് ആശുപത്രി മുതൽ ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷൻ വരെ ദേശീയപാതയുടെ ഇരുഭാഗത്തും സർവീസ് റോഡില്ല. അതിനാൽ കുന്നിനോട് ചേർന്ന് ഈ ഭാഗത്ത് റോഡുണ്ടാകില്ല. ചട്ടഞ്ചാലിൽ നിന്ന് ചെർക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ മേൽപ്പാത പിന്നിടുന്ന ഉടനെ ദേശീയപാത താഴ്ചയിലൂടെ കടന്നുപോയി കാനത്തുംകുണ്ടിലെ വയഡക്റ്റിൽ എത്തിച്ചേരും. ദേശീയപാത താഴ്ചയിലൂടെ കടന്നുപോകുന്ന ഈ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പാർശ്വഭിത്തി ഉള്ളതിനാൽ മണ്ണിടിച്ചിൽ പേടി വേണ്ടെന്നാണ് വിലയിരുത്തൽ. ചട്ടഞ്ചാലിനും ബേവിഞ്ച പള്ളിക്ക് സമീപമുള്ള ഭാഗത്തും ഭാവിയിൽ റോഡിലേക്ക് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലെന്നാണ് കരുതുന്നത്. ചെർക്കളയിൽ നിന്ന് ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് വരുമ്പോൾ കാനത്തുംകുണ്ടിൽ കിട്ടിയിരുന്ന മുട്ടുകയറ്റവും പുതിയ ആറുവരിപ്പാത വന്നതോടെ ഒഴിവായി. വൻകിട വാഹനങ്ങളടക്കം കുടുങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന ഈ മേഖല ദേശീയപാത പൂർണ്ണമായി തുറക്കുന്നതോടെ സുരക്ഷിത മേഖലയായി മാറും. മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കുഴികൾ മൂടണമെന്നും മണ്ണിടിച്ചിൽ തടയാൻ ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത.